our YouTube channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചലഞ്ച് ആയിട്ടാണ് കേട്ടോ. ചലഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയണേ, പണ്ട് മുതലേ കുറെ കൊല്ലങ്ങളായി ഉള്ള ചലഞ്ച് തന്നെയാണ് കേട്ടോ. വാട്ടർ ഡിപ്പിംഗ് ചലഞ്ച് നമ്മളിപ്പോ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് ഇവിടെ 3 പാത്രത്തിൽ നമ്മൾ വെള്ളം കാക്കിയിട്ടുണ്ട്. 3 കുരുന്നുകളും ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പിന്നെ നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന അവിടെ ഒരാളുണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് മുന്നിൽ ഒരാളുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളൊക്കെ കേട്ട് ഇവരുടെ സ്വഭാവങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആരാണ്, എന്താണ് ഇവരുടെ സ്വഭാവങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചലഞ്ചും കൂടിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആർക്കാണ് അനുസരണ ഇല്ലാത്തത്? അനുസരണ ഇല്ലാത്തത് ആർക്കാണ് അല്ലേ? അതെ, എന്താണ് അനുസരണ ഇല്ലാത്തത് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? അങ്ങോട്ട് വാന്ന് പറഞ്ഞ അങ്ങോട്ടേ പോകണു. അത് അവളെ സ്വഭാവമാണ് കേട്ടോ. അത് ഈ പ്രായത്തിന്റെ എന്തെങ്കിലും കുട്ടിയല്ലേ, അപ്പൊ അതിന്റെ പ്രായത്തിന്റെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ആരാണ് നന്നായി ഡാൻസ് കളിക്കുന്നത്? ഡാൻസിന്റെ കാര്യം ചോദിക്കുമ്പോ അത് നിങ്ങൾക്കൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും. കാരണം നമ്മള് ഇപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലാക്കാവുന്നതായിരുന്നു. അപ്പൊ ഡാൻസ് കളിക്കുന്നത് അവളെ. ഏറ്റവും കൂടുതൽ അടി വാങ്ങിക്കുന്നത് ആരാണ്? അത് നിങ്ങൾക്ക് ചിരിക്കുമ്പോ തന്നെ മനസ്സിലായോ ആരാണ് ഏറ്റവും കൂടുതൽ അടി വാങ്ങിക്കുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു ദിവസം ഒരു അടി വാങ്ങിക്കാത്ത ആളാണ്. ഇതിൽ ആർക്കാണ് നല്ല പേടിയുള്ളത്? പേടിയുള്ളത് കാരണം എന്താന്ന് വെച്ചാല് ഒറ്റയ്ക്ക് അകത്തേക്ക് കയറില്ല, ഒരാള് കൂട്ടിൽ വേണം, പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കില്ല, രാത്രിയില് ലേറ്റ് നടക്കാൻ പോകാൻ ആള് പിന്നാലെ നടക്കിയിട്ടുണ്ട്. അപ്പൊ പേരുള്ളത് ഇവർക്ക് രണ്ടാൾക്കാണ് കേട്ടോ. ഇതിൽ ആരാണ് നന്നായി പഠിക്കുന്നത്? പഠിക്കുന്നത് ആരാണ്? എല്ലാ മക്കളും പഠിക്കും കേട്ടോ. നമ്മുടെ എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ പ്രായത്തിൻ്റെതായ വ്യത്യാസമില്ലേ. ഓരോരുത്തർ ഓരോ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇയാള് പഠിക്കുന്നത് 4th, ഇയാള് UKG, ഇയാള് 2nd സ്റ്റാൻഡേർഡ്. അപ്പൊ ഓരോരുത്തര് ഓരോ പ്രായത്തിനനുസരിച്ചുള്ള പഠിപ്പ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ അമ്മക്കുട്ടി ആരാണ്? അമ്മക്കുട്ടി ആരാണ്? ആരാണ് അമ്മക്കുട്ടി? നമ്മുടെ അമ്മക്കുട്ടിയാണ് കേട്ടോ. അമ്മയില്ലാതെ പോകില്ല. ഇവരൊക്കെ പിന്നെ അമ്മയില്ലാതെ അമ്മങ്ങളോടൊക്കെ പോയിട്ട് നിൽക്കും. പക്ഷെ ഇയാള് നിന്നിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് വലിയ ചെക്കനായപ്പോ നിക്കല് മാറി. അപ്പൊ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കും, കണ്ടോണ്ടിരിക്കണം അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ അമ്മക്കുട്ടി കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ആരാണ് നന്നായി പാട്ട് പാടുന്നത്? ഇതിൽ ആരാണ് നന്നായി പാട്ട് പാടുന്നത്? ആരാണ് നന്നായി കഴുതരകം പാടുന്നത്? എടാ നീ ഇങ്ങോട്ട് നോക്കണേ. അത് കട്ടപ്പുറം നോട്ടല്ലേ. പാട്ട് പാടുന്നത് പിന്നെ ഇയാളെ വേണ്ടി ചെറുതായിട്ടൊന്ന് മുക്കാട്ടോ. പരിസരത്ത് കൂടെ പോയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാലേ ഇവൻ കുഴപ്പമില്ലാതെ പാടും. ഇപ്പൊ കുട്ടിയായോണ്ടായിരിക്കണം നമ്മള് പാട്ട് കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട്. അപ്പൊ പാട്ട് പാടിയാല് ഇയാള് പിന്നെ പാടില്ലേ ഇപ്പൊ പാടില്ലേ. പിന്നെ ഇയാളെന്താ വെച്ചാല് ഇയാൾക്ക് പാട്ട് പാടാൻ നല്ല ആഗ്രഹം ഉണ്ട്. അതിപ്പോ ചെറുതായിട്ടൊക്കെ മൂളും.
പോലെ കഴുതരാഗൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് കേൾക്കാനൊക്കെ ഒരു രസമൊക്കെ ആയി തുടങ്ങിയിട്ടോ. ഇയാള് പിന്നെ പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. സംഭവം ഞങ്ങള് പാടും ഞങ്ങളെ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയൂ. മിഠായി അധികം കഴിക്കുന്നത് ആരാണ്? മിഠായി നീ കഴിക്കാറില്ലേ? എന്താ സംഭവം ചെയ്യണേ? മിഠായി ഞങ്ങൾ അധികം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിള്ളേർക്ക്. അവിടുത്തെ 4 പിള്ളേരായാലും ശരി അധികം മിഠായി അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല. എപ്പോഴേലും അത് അവര് പല്ല് കണ്ടാ അറിയും. കിച്ചു പല്ല് കാണിച്ചു കൊടുക്കും, ഈ കാണിച്ചു കൊടുക്കും, ഈ കണ്ടോ അങ്ങനെ പുഴുക്കേടൊന്നും അവര് പല്ലില്ല. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കാലത് മുങ്ങിക്കോ. കിട്ടി കഴിക്കും, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറില്ല. അതാണ് സംഭവം കേട്ടോ. അധികം മിഠായി അധികം അതായത് പല്ല് കഴുകണ്ട വിചാരിച്ചിട്ടാണ്. ഇപ്പൊ പല്ലുകൾക്കൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. എല്ലാ കാര്യങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നത് ആരാണ്? വൃത്തിയായി സൂക്ഷിക്കുന്നത് ആരാണ്? ബാക്കിയൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് ഒരു കാര്യം. ബാക്കി 2 പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. വൃത്തിയെ സൂക്ഷിക്കും. ഞാൻ ചീത്താറിന് വൃത്തിയെ സൂക്ഷിക്കും. പക്ഷെ ഇവൻ ഒരു കാര്യം നമ്മൾ ഒരു തവണ പറഞ്ഞു ഇപ്പോട്ടോ ഈ വലുതമ്മ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വൃത്തിയായി സൂക്ഷിക്കുന്നത് ഇയാളാണ് കേട്ടോ. ഇപ്പൊ കൂട്ടത്തിൽ വെച്ചിട്ട് ഇപ്പൊ ചെറിയ കുട്ടിയായോണ്ടാണെന്ന് അറിയില്ല, ഇങ്ങനത്തെ സ്വഭാവമായ ഉണ്ടായിരുന്നു. വലുപ്പത്തിലേക്ക് എങ്ങനെയൊന്നും നമുക്കറിയില്ല. കുട്ടികളുടെ കാര്യമല്ലേ, ചെറുപ്പത്തിലൊന്നും വലുപ്പത്തിൽ വേറെ ഒന്നും. അപ്പൊ നമുക്ക് നീ സൂക്ഷിക്കും, നന്നായി സൂക്ഷിക്കും. ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്കറിയുന്ന ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ഏറ്റവും ഭംഗിയുള്ളത് ആരെയാണ്? ഭംഗിയുള്ളത് ആരാ? പ്രത്യേകിച്ച് അഭിപ്രായം എല്ലാരും ഞങ്ങളുടെ എല്ലാ കുട്ടികളും ഭംഗിയുള്ള കുട്ടികളാട്ടാ. എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഭംഗിയല്ലേ, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭംഗി. അപ്പൊ നമ്മുടെ എല്ലാ മനുഷ്യന്മാർക്കും ഓരോ ഭംഗിയുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഓരോരോ ഭംഗിയാണ് കേട്ടോ. അപ്പൊ എല്ലാ കുട്ടികളും നല്ല ഞാൻ ഭംഗി. അത് വേണ്ട. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പോവാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കൂ. മടി കൂടുതൽ ഉള്ളത് ആർക്കാണ്? മടി കൂടുതൽ ഉള്ളത് ആർക്കാണ്? രണ്ട് പെണ്ണുങ്ങൾക്കും മടിയാണ് എല്ലാ കാര്യത്തിലും. നിന്നെ ഞാൻ കാണാനല്ലേ. അപ്പൊ 2 പെണ്ണുങ്ങൾക്കും മടിയാണ്. കുറച്ച് മടി കുറവ് ഇയാൾക്കാണ് തോന്നുന്നത്. അത് പ്രായത്തിൻ്റെതാവും. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പറയുള്ളൂ. അപ്പൊ കുഴപ്പമില്ലാതെ ചെയ്യുന്ന ആളാണ്. പക്ഷെ വലുതാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുക. അപ്പൊ ഇവരോട് രണ്ടാളായെങ്കിലും കുറച്ച് വലിയ ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് മടി കാണിക്കാറുണ്ട്. അപ്പൊ പഠിക്കുന്ന ഇതിന് നമ്മൾ ദേഷ്യപ്പെട്ടാൽ കേട്ടോ. അതാണ് നമ്മുടെ അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട സ്മോള്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. TV അധികം കാണുന്നത് ആര്? ഇപ്പത്തെ മക്കളോട് TV കാണുന്നത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ടിവിയുടെ മുന്നിൽ തന്നെ. അപ്പൊ സ്കൂളിലാത്ത ദിവസം മൊത്തം ടിവിയുടെ മുന്നിലായിട്ട് എല്ലാവരും. പക്ഷെ നിർത്താനൊക്കെ പറഞ്ഞാൽ നൃത്തം ചെയ്യട്ടോ. അതിനൊക്കെ എല്ലാവരും ഓക്കെ. അപ്പൊ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ചിക്കൻ അധികം കഴിക്കുന്നത് ആരാണ്? നമ്മുടെ ചിക്കൻ കുട്ടികളുണ്ട്. ചിക്കൻ കുട്ടി എന്താന്ന് വെച്ചാലേ ചോറ് ഇത്ര വേണ്ടുള്ളൂ, ഒരു ചട്ടുകം പോലും വേണ്ട. പക്ഷെ ചിക്കൻ കണ്ടു കഴിഞ്ഞാലല്ലോ അതാണ് കിട്ടി കഴിഞ്ഞ. അപ്പൊ ചിക്കൻ നല്ല ഇഷ്ടമാണ് ആൾക്ക്. ചിക്കൻ നല്ല ഇഷ്ടമാണ്. അതെ, അല്ല എല്ലാരും കഴിക്കട്ടോ. പക്ഷെ അധികം കഴിക്കുന്നവളാണ് കേട്ടോ. ഇതിന് മീൻ ഇഷ്ടം. മീൻ കിട്ടിയ നല്ല മീൻ കിട്ടിയ നല്ല കഴിക്കട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, വീഡിയോസ്
എടുക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളത് ആർക്കാണ്? ഇതിലാ പറഞ്ഞവരൊന്നാവില്ല, ഞാനായിരിക്കും. ഇവർക്ക് രണ്ടുപേരും കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം എന്താന്ന് വെച്ചാല് സ്കൂളിട്ട് വന്നു കഴിഞ്ഞാല് ഒരു കുളിക്ക് കഴിഞ്ഞ് വന്ന് ആറ് കഴിക്കുക, നമുക്ക് വീഡിയോ എടുക്കണ്ടേ ഇന്നെന്താ വീഡിയോ എടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരിക. ഇവർക്ക് പിന്നെ വിളിച്ചാ വരും, അല്ലെങ്കിൽ കളിക്കുക, അങ്ങനത്തെ ഒരു പ്രകൃതം കേട്ടോ. അപ്പൊ ഇവർക്ക് രണ്ടാൾക്കാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് നല്ല താല്പര്യം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം പോവാം. സൈക്കിൾ ചവിട്ടാൻ കൂടുതൽ താല്പര്യം ആർക്കാണ്? സൈക്കിൾ ചവിട്ടാൻ കൂടുതൽ താല്പര്യം എല്ലാവർക്കും സൈക്കിൾ ചവിട്ടാൻ ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഒരാള് സൈക്കിൾ ചവിട്ടിട്ട് കൈയോട് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും സൈക്കിൾ ചവിട്ടാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും സൈക്കിളും ഉണ്ട്. അപ്പൊ അത് ഇഷ്ടം. അതെന്താന്ന് വെച്ചാൽ അതിലിങ്ങനെ കയറിയിട്ട് കുട്ടികളല്ലേ, കുട്ടികൾക്ക് ഇപ്പൊ അതൊക്കെയാണല്ലോ ഇപ്പൊ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ. സൈക്കിൾ ചവിട്ടുക, ഊഞ്ഞാലുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടം സൈക്കിളിലുണ്ട്. ഓക്കെ, ഇനി അടുത്ത ദിവസം. ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ആരെയാണ്? അപ്പൊ എല്ലാ മക്കളെയും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ കുട്ടികളാണ്. അപ്പൊ എല്ലാ മക്കളെയും എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികളല്ല, അവരാരും ഇഷ്ടമല്ല നമ്മളാരും പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ വാട്ടർ ചലഞ്ച്, വാട്ടർ ഡിപ്പിംഗ് ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ചാനല് എല്ലാവർക്കും ഇഷ്ടമായാല് എല്ലാവരും ചാനൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും